ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഇളം കാലത്തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളുടെ റിവിഷനാണ്. അപ്പോൾ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നതാണ് ആദ്യത്തെ പാഠഭാഗം. അത് എഴുതിയത് ആരാന്ന് നിങ്ങൾക്കറിയാമല്ലോ, സുഗതകുമാരിയുടെ രചനയാണത്. മുൻമൊഴി എന്ന സമാഹാരത്തിലുള്ളതാണ് ആ ഒരു പാഠഭാഗം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കളെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. രണ്ടാമത്തെ പാഠം ഒരു ദിനാന്ത സഞ്ചാരമാണ്. അത് വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിതയാണ്. ഇത് സന്ധ്യാനേരത്തെ പ്രകൃതിയുടെ മനോഹാരിത വർണ്ണിക്കുന്ന ഒരു കവിതയാണ് ഒരു ദിനാന്ത സഞ്ചാരം. ഇനി അടുത്തതായിട്ട് വരുന്നത് മനസ്സിലെ കിളി, ബംഗാളി എഴുത്തുകാരൻ ബിമലേന്ദ്ര ചക്രവർത്തിയുടെ കഥയാണ്. പ്രകൃതി സ്നേഹത്തെയും സഹജീവി സ്നേഹത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ റിവിഷൻ നോക്കാം. വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ലാവണ്യ ദൃശ്യോത്സവം. സുഗതകുമാരിയുടെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. സുഗതകുമാരിയുടെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? പ്രകൃതിയുടെ അത്ഭുതങ്ങൾ. ഓക്കെ, പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കളെ ഒരു പുഷ്പോത്സവമായി കവി ഇവിടെ വർണ്ണിക്കുന്നു. അപ്പോൾ നീലക്കുറിഞ്ഞികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കളെ ഒരു പുഷ്പോത്സവമായി കവി ഇവിടെ വർണ്ണിക്കുന്നു. മനുഷ്യരല്ല, മറിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും വേണ്ടിയാണ് ഈ സൗന്ദര്യമെന്ന് കവയത്രി പറയുന്നു. അപ്പോൾ മനുഷ്യരെ സന്തോഷിപ്പിക്കാനല്ല ഈ പുഷ്പോത്സവം ഉള്ളത്, മറിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും വേണ്ടിയാണ് ഈ സൗന്ദര്യമെന്ന് കവയത്രി പറയുകയാണ്. കുറിഞ്ഞിച്ചെടിയുടെ തപസ്സും അടുത്ത 12 വർഷത്തിനായുള്ള കാത്തിരിപ്പും പ്രകൃതിയുടെ താളത്തെക്കുറിച്ചുമുള്ള മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത്. അപ്പോൾ കണ്ണിനും മനസ്സിനും വിസ്മയ കാഴ്ച ഒരുക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നത് ഒരിക്കലെങ്കിലും കാണണമെന്നാണ് സുഗതകുമാരി നമ്മളോട് പറയുന്നത്. ഓക്കെ, മൂന്നാറിലെ മലനിരകൾ മുഴുവൻ പൂങ്കടൽ കാറ്റ് വീശുമ്പോൾ മലഞ്ചെരികൾ മുഴുവൻ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ലാവണ്യ ദൃശ്യോത്സവത്തിൻ്റെ ഒരു ആശയം ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഒരു ദിനാന്ത സഞ്ചാരത്തെക്കുറിച്ച് നോക്കാം. ഒരു ദിനാന്ത സഞ്ചാരം വെള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതയാണ്. ഓക്കെ, അതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് നമുക്ക് നോക്കാം. സന്ധ്യാസമയത്തെ പ്രകൃതി രമണീയതയാണ് ഇവിടെ വിവരിക്കുന്നത്. എന്താണ് സന്ധ്യാസമയത്തെ പ്രകൃതി രമണീയത വർണ്ണിക്കുന്ന വെള്ളത്തോൾ നാരായണ മേനോൻ്റെ മനോഹരമായ കവിതയാണ് ഈ പാഠം. അപ്പോൾ നമുക്ക് ചുറ്റും പ്രകൃതി ഒഴുക്കുന്ന വിസ്മയ കാഴ്ചകളെയാണ് ഈ യൂണിറ്റ് പ്രതിപാദിക്കുന്നത്, അല്ലേ? സന്ധ്യാസമയത്ത് കുന്നിൻ്റെ വിദൂരതയിലുള്ള ദൃശ്യം കണ്ടപ്പോൾ ഒരു ചിത്രകാരൻ വരച്ച ചിത്രം പോലെയാണ് കവിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വെള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെ ലളിതവും മനോഹരവുമായാണ് ചിത്രീകരിക്കുന്നത്. കുന്നിൻപുറങ്ങളെയും അവയിലെ മരങ്ങളെയും ചെടികളെയും കവി അക്ഷരാർത്ഥത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. പ്രകൃതിയെ ഒരു ശില്പിയുടെ കരവിരുതായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. സൂര്യപ്രകാശം കുന്നുകളിലേക്കുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവൈവിധ്യവും പച്ചപ്പും ചുവന്ന മണ്ണും ചേർന്നുള്ള കാഴ്ചയും കണ്ണിന് കുളിരേകുന്നു. അപ്പോൾ കണ്ണിന് കുളിരേകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? സൂര്യപ്രകാശം കുന്നുകളിൽ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവൈവിധ്യവും അതേപോലെ പച്ചപ്പും ചുവന്ന മണ്ണും ചേർന്നുള്ള കാഴ്ചയും കണ്ണിന് കുളിരേകുന്നു. ഈ കവിത പ്രകൃതിയുടെ ഓരോ നിമിഷത്തിലെയും മാറ്റങ്ങളെ അതിമനോഹരമായി ആവിഷ്കരിക്കുന്നു.
ഓക്കെ, ഇനി അടുത്തത് മലയാളം കേൾക്കാൻ വായോ. സത്യചന്ദ്രൻ പൊൽക്കാവി എഴുതിയ ഒരു കവിതയുണ്ട് അതിൻ്റെ ഇടയിൽ, അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പാണ്. സത്യചന്ദ്രൻ പൊൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാള നാടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു ക്ഷണമാണ്. മാമലകളെയും മഴ പെയ്യുമ്പോൾ മയിലാടുന്ന പുഴയെയും കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിൻ്റെ തീരത്ത് കാവ്യങ്ങൾ രചിക്കാൻ പ്രേരിപ്പിക്കുന്ന മനോഹരമായ ഈ നാടിനെ അദ്ദേഹം സ്നേഹപൂർവ്വം വരച്ചു കാട്ടുന്നു. ഒന്നല്ലോ മാനവർ നമ്മൾ എന്ന അവസാന വരിയിലൂടെ കവി മാനവീയതയുടെ സന്ദേശവും നൽകുന്നു. ഇനി നമുക്ക് അടുത്ത നോക്കാം. മനസ്സിലെ കിളി, ബിബലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്ന കഥയുടെ ആശയം നോക്കാം. മനസ്സിലെ കിളി എന്ന കഥ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അപ്പം മനസ്സിലെ കിളിയെക്കുറിച്ച് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം, ആ പാഠഭാഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും ഉണ്ടാവും. മനസ്സിലെ കിളി എന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു സന്ദേശം നൽകുന്ന കഥയാണ്. ഒരു മൈനക്കിളിയെ കൂട്ടിലടച്ച് ചേട്ടനിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ തുറന്നു വിട്ട് അതിന് സ്വാതന്ത്ര്യം നൽകുന്ന പിക്കിലു എഡിറ്റ് മിസ്റ്റേക്കാണ്, പിക്കിലു ആണ് ഇതിൻ്റെ കഥാപാത്രം. പിക്കിലുവിൻ്റെ കഥയാണിത്. ഇപ്പം പിക്കുവിൻ്റെ എന്നാണ് ഇതിൽ വന്നിരിക്കുന്നത്, പിക്കിലു എന്ന് നിങ്ങൾ വായിക്കണം. ഇത് പിക്കിലുവിന് വലിയ സന്തോഷം നൽകുന്നു. പ്രകൃതിയിലെ ജീവികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിലെ തെറ്റും അവർക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ കിട്ടുന്ന മാനസിക സന്തോഷവും ഇവിടെ വരച്ചു കാട്ടുന്നുണ്ട്. അതേപോലെ അദ്ദേഹം നമ്മുടെ പാഠഭാഗത്തിൽ വരുന്നതാണ് മഞ്ഞ്. MT വാസുദേവൻ്റെ മഞ്ഞ് എന്ന കഥയിലെ ഒരു ഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഏതെങ്കിലും വായനാക്കുറിപ്പ് എഴുതാൻ നിങ്ങൾക്ക് ചിലപ്പോൾ വരാം. ഏതെങ്കിലും നിങ്ങൾ വായിച്ച കഥയുടെയോ അല്ലെങ്കിൽ വായനാക്കുറിപ്പ് എഴുതൂ എന്ന ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന കഥയിലെ ഈ ഭാഗം പ്രകൃതിയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ്. മഞ്ഞുകാലത്ത് അത് പ്രകൃതി വരുത്തുന്ന മാറ്റങ്ങളെയും എഴുത്തുകാരൻ ഇവിടെ വർണ്ണിക്കുന്നു. മരങ്ങളും കുന്നുകളും മഞ്ഞിനാൽ മൂടിക്കിടക്കുന്നതും പിന്നീട് വെയിൽ വരുമ്പോൾ മഞ്ഞുരുകി നീരുറകളായി ഒഴുകുന്നതും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളും എത്ര മനോഹരമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് വായിക്കാനുള്ളത് കാടിനെ ചെന്ന് തൊടുമ്പോൾ, NA നസീറിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന പാഠത്തിലെ പൂമ്പാറ്റകളെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ കുറിപ്പാണ്. ഷോളയാർ കാടുകളിൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളെക്കുറിച്ചുള്ള മനോഹരമായ യാത്രാ അനുഭവമാണ് ഈ പാഠഭാഗം അല്ലേ. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അല്ലേ. കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന പുസ്തകത്തിലെ ഹൃദ്യമായ പ്രകൃതി നിരീക്ഷണ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പൂമ്പാറ്റകളെക്കുറിച്ചുള്ള ഉണങ്ങിയ ഇലകളാണെന്ന് തോന്നിച്ച ആ കാഴ്ച ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളായിരുന്നു. അവയുടെ കൂട്ടങ്ങൾക്കിടയിൽ അകപ്പെട്ട ഒരു എഴുത്തുകാരൻ ഒരു പൂമ്പാറ്റയെ പോലെ ഒഴുകി പറക്കുന്ന അനുഭവം വിവരിക്കുന്നു. ഈ പാഠഭാഗം പ്രകൃതിയുടെ സൗന്ദര്യവും അതിലെ ജീവജാലങ്ങളുടെ അത്ഭുതകരമായ ലോകവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായ ഇളം കാറ്റ് എന്ന തെല്ല് തൊട്ട് അതിലെ ഭൂമിക്ക് വേണ്ടി ലാവണ്യ ദൃശ്യോത്സവം അതിലെ ചോദ്യോത്തരങ്ങളാണ്. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാം ആണുള്ളത്? മൂന്നാറിലെ കുറിഞ്ഞിപ്പൂക്കളുടെ നൃത്തത്തിൽ ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലുണ്ട്. ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലുണ്ട്. അതുപോലെ തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകടി ശബ്ദത്തിൻ്റെ താളമുണ്ട്. എന്തെല്ലാമാണുള്ളത്? കുറിഞ്ഞിപ്പൂക്കളുടെ നൃത്തത്തിൽ ആയിരക്കണക്കിന് വണ്ടുകൾ, തേനീച്ചകളുടെ മൂളലുണ്ട്. തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകടി ശബ്ദത്തിൻ്റെ താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തലോടലും വനദേവതയുടെയും ചോലകളുടെയും മധുരമായ ചിരികളും ഇതിൽ വന്നു ചേരുന്നു. എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? എന്തുകൊണ്ടാണ് സ്വയം മറന്ന് നിന്നു പോയത്? നീലക്കടൽ പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹരമായ കാഴ്ച കണ്ടിട്ടാണ് എഴുത്തുകാരി എല്ലാം മറന്ന് ഏറെ നേരം അവിടെ നിന്നു പോയത്. കൂടാതെ വായുവിൽ നിറഞ്ഞ പരിമളവും വണ്ടുകൾ പൂവിൽ മയങ്ങുന്നതും വസന്തം വന്ന് നൃത്തം ചവിട്ടുന്നത് പോലെയുള്ള കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഇനി അടുത്ത ചോദ്യം, കുറിഞ്ഞി ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? കുറിഞ്ഞി ചെടികൾ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. ഒരു തവണ പൂത്തു കഴിഞ്ഞാൽ അവയുടെ വിത്തുകൾ മണ്ണിൽ വീണ് വീണ്ടും അടുത്ത 12 വർഷം കഴിയാനായി കാത്തു കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ നീണ്ട കാത്തിരിപ്പിനെ എഴുത്തുകാരി നീണ്ട തപസ് എന്ന് വിശേഷിപ്പിക്കുന്നത്.
ഇനി അടുത്ത ചോദ്യം, ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? ഈ മനോഹാരിത തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടിയുള്ളതാണ്. ഈ ജീവികളെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. ഭൂമിയെ പൂജിക്കുന്നവർക്കും ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഈ സൗന്ദര്യമെന്ന് കവയത്രി പറയുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെ? കുന്നുകൾ പച്ചിലകളും വള്ളികളും നിറഞ്ഞ മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ പച്ച നിറമാണ് കുന്നുകൾക്ക് കൺകുളിർമ നൽകുന്നത്. കൂടാതെ ശില്പികൾ ചായം പൂശിയതുപോലെ പച്ച നിറത്തിനിടയിൽ ചുവന്ന മണ്ണും കുന്നിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, നമ്മളൊരു ദിനാന്ത സഞ്ചാരത്തിലെ പാഠഭാഗം ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ദിനാന്ത സഞ്ചാരത്തിലുള്ള ചോദ്യമാണ് കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം. അപ്പോൾ കുന്നുകൾ എങ്ങനെയാണ് കുളിരേകുന്നത്? പച്ചിലകളും വള്ളികളും നിറഞ്ഞ മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. കുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? നിറച്ചു മരങ്ങളുണ്ടാവും. അപ്പോൾ പച്ചിലകളുണ്ടാവും, വള്ളികളുണ്ടാവും. അപ്പോൾ ഈ പച്ച നിറമാണ് കുന്നുകൾക്ക് കൺകുളിർമ നൽകുന്നത്. കൂടാതെ ശില്പികൾ ചായം പൂശിയതുപോലെ പച്ച നിറത്തിനിടയിൽ ചുവന്ന മണ്ണും കുന്നിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. കുന്നിൻ്റെ വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ്? എങ്ങനെയാണ്? കുന്നുകളിലെ മരങ്ങളും പൂക്കളും പുല്ലുകളും ഇളം വെയിൽ ഏൽക്കുമ്പോൾ അവയ്ക്ക് പല നിറങ്ങൾ ലഭിക്കുന്നു. അപ്പം വെയിലിൻ്റെ നിറം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് കുന്നിൻ്റെ നിറത്തിലും മാറ്റം വരുന്നു. ഇങ്ങനെയാണ് കുന്നിന് വിചിത്രമായ വർണ്ണങ്ങൾ ലഭിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ്? കുന്നുകളിലെ മരങ്ങളുടെയും വള്ളികളുടെയും ഇലകൾക്കിടയിലൂടെ ഉള്ള വിടവുകളിലൂടെ നോക്കുമ്പോൾ ദൂരെ കാണുന്ന നീലാകാശം ഒരു കടൽ പോലെ കാണപ്പെടുന്നു. ഈ നീലാകാശത്തെയാണ് കവി ആഴി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യം നോക്കാം. പൂന്തോട്ടത്തിൽ പിക്കിലുവിനെ എതിരേറ്റത് എന്തെല്ലാമാണ്? പൂന്തോട്ടത്തിൽ പിക്കിലുവിനെ എതിരേറ്റത് പ്രഭാത കിരണങ്ങളാൽ തിളങ്ങുന്ന സുന്ദര പുഷ്പങ്ങൾ, ചിറകു വിടർത്തി നൃത്തം ചെയ്യുന്ന തുമ്പികൾ, ആഹ്ലാദത്താൽ ഇളകി മറിയുന്ന തേനീച്ചകളും പൂമ്പാറ്റകളും കൂടാതെ കിളികളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? സുന്ദരമായ പുഷ്പങ്ങളുണ്ട്, ചിറക് വിടർത്തി നൃത്തം ചെയ്യുന്ന തുമ്പികളുണ്ട്, ആഹ്ലാദത്താൽ ഇളകി മറിയുന്ന തേനീച്ചകളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, കൂടാതെ കിളികളും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു കണ്ട കാഴ്ച എന്തായിരുന്നു? അടുത്ത ദിവസം അതിരാവിലെ പിക്കിലുവിൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് അവൻ പുറത്തേക്കോടി. കൂട്ടിൽ നിന്ന് സ്വതന്ത്രമാക്കാനാക്കിയ മൈന അതിൻ്റെ അമ്മയോടൊപ്പം പൂമരക്കൊമ്പിലിരുന്നത് അവൻ കണ്ടു. കൂട്ടിൽ കിടന്ന മൈനയെ പിക്കിലു എന്താണ് ചെയ്തത്? കൂട്ടിൽ കിടന്ന മൈനയുടെ സങ്കടം കണ്ട പിക്കിലു ഒരു കസാര കൊണ്ടുവന്ന് അതിന് മുകളിൽ കയറി പക്ഷിക്കൂട് തുറന്നു. അതിനുശേഷം മൈനയുടെ കാലിലെ കെട്ടഴിച്ചു വിട്ടു. എന്നാൽ പിക്കിലു ദുഃഖിതനായിരുന്നു. കാരണം എന്ത്? മൈനയെ തുറന്നു വിട്ടതിന് ശേഷം അതിന് അതിൻ്റെ അമ്മയെയും വീടിനെയും കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്കയിൽ പിക്കിലു ദുഃഖിതനായിരുന്നു. പിക്കിലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു? അടുത്ത ദിവസം മൈന അതിൻ്റെ അമ്മയോടൊപ്പം തിരിച്ചെത്തിയപ്പോൾ പിക്കിലുവിന് വലിയ സന്തോഷം തോന്നി. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവമാണ് അവന് ഉണ്ടായത്. അടുത്ത ചോദ്യം, തീക്ക് മാറി നിൽക്കാനേ കഴിയൂ. ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മഴക്കാടുകളിൽ എല്ലായിടത്തും ഈർപ്പമുണ്ട്, ഇലച്ചാർത്തുകളും ജീവസുറ്റതാണ്. എല്ലായിടത്തും ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ മഴക്കാടുകൾ പെട്ടെന്ന് തീ പിടിക്കില്ല. അതുകൊണ്ട് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഷോളയാർ വനങ്ങളിലെ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നു എന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു? ഷോളയാർ വനങ്ങളിൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരങ്ങളിലെ ഇലകൾ മറച്ചുകൊണ്ട് പറ്റിപ്പിടിച്ചിരുന്നു. കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും. ചിറകുകൾ പൂട്ടിയാൽ അവ ഉണങ്ങിയ ഇലകളെ പോലെ തോന്നിക്കും. ഈ കാഴ്ചയാണ് ഇലകൾ ഉണങ്ങി നിൽക്കുന്നു എന്ന് തോന്നിച്ചത്. ഇനി അടുത്ത ചോദ്യം, യാത്രികനും കൂട്ടുകാരനും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയത് എപ്പോൾ? ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച കണ്ടപ്പോൾ അവർക്ക് സ്വയം മറന്ന് ഒരു സ്വപ്നലോകത്തിലെത്തിയതായി തോന്നി. ഈ കാഴ്ച അവരിലെ എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കി. അങ്ങനെ അവർ പൂമ്പാറ്റകളുടെ
വലയത്തിൽ പെട്ട കുഞ്ഞുങ്ങളെ പോലെ ആയി മാറി. ഇനി നമുക്ക് പിക്ലുവിൻ്റെ കഥാപാത്ര നിരൂപണവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്